ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാനായി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി പിരിച്ചത് കോടിക്കണക്കിന് രൂപയെന്ന് സൂചന. വിദേശ മലയാളികളായ അയ്യപ്പ ഭക്തരിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിലെ വ്യവസായികളിൽ നിന്നും പണം പിരിച്ചുവെന്നാണ് സംശയിക്കുന്നത്. വിവാദം ഒഴിവാക്കാൻ പിരിച്ച പണത്തിൽ നിന്നും 7 പവന്റെ മാല മാളികപ്പുറം ക്ഷേത്രത്തിന് നൽകി. പിരിച്ച പണത്തിൽ നിന്നും നിർധനരായ യുവതികൾക്ക് വിവാഹം നടത്താനുള്ള ശുപാർശ ബോർഡിന് മുമ്പാകെ സമർപ്പിച്ചെങ്കിലും അനുമതി നൽകിയില്ല. ഇക്കാര്യങ്ങൾ ദേവസ്വം വിജിലൻസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ വിശദമായ അന്വേഷണം ഹൈക്കോടതിയോട് ആവശ്യപ്പെടാനാണ് നീക്കം. ഹൈക്കോടതി തീരുമാനം. അതേസമയം സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചതോടെ സർക്കാരും ദേവസ്വം ബോർഡും പ്രതിരോധത്തിൽ കൂടിയാണ്. ബി അരുൺ ചേരുന്നു. അരുൺ, ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടത്തി, സാമ്പത്തിക ക്രമക്കേട് നടത്തി. എന്തൊക്കെയാണ് ഈ വിജിലൻസിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളെ കുറിച്ചാണ് പ്രധാനമായും വിജിലൻസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇയാൾ ഈ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശാൻ സ്പോൺസറായാണ് ദേവസ്വം ബോർഡിന്റെ രേഖകളിലുള്ളത്. പക്ഷേ ഇയാൾ മുഖ്യ സ്പോൺസറാണെങ്കിൽ പോലും മറ്റു പലരിൽ നിന്നും വലിയ തുക ഇയാൾ പിരിവെടുത്തു എന്ന വിവരമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനും വിജിലൻസിനും ഒക്കെ ഉള്ളത്. കോടിക്കണക്കിന് രൂപ ഇയാൾ പിരിവെടുത്തിരുന്നു. ഇയാൾ സ്പോൺസറായി ഉണ്ടെങ്കിൽ പോലും മറ്റുള്ള ആളുകളിൽ കൂടി പണം പിരിവെടുത്താണ് ഈ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശാൻ പൂശിയതെന്നാണ് ഇപ്പോൾ ദേവസ്വത്തിന് ലഭിച്ചിട്ടുള്ള വിവരം. ഈ വിദേശ മലയാളികളായ അയ്യപ്പ ഭക്തരിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിലെ വ്യവസായികൾ ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവിടെയുള്ള വ്യവസായികളടക്കം ഇയാൾ പണം പിരിച്ചിട്ടുണ്ട് എന്ന സുപ്രധാന വിവരം കൂടി ദേവസ്വം ബോർഡിനും വിജിലൻസിനും ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇന്ന് കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഇക്കാര്യം കൂടി വിജിലൻസ് ഉൾപ്പെടുത്തുമോ എന്നാണ് അറിയേണ്ടത്. ഈ വിവാദം വന്നതോടുകൂടി വിവാദം ഒഴിവാക്കാൻ ഒരു 7 പവന്റെ മാല മാളികപ്പുറം ക്ഷേത്രത്തിൽ ഇയാൾ കാണിക്കയായി നൽകി. ഇത് സാധാരണഗതിയിൽ ശബരിമലയിൽ എന്ത് കാണിക്ക വന്നാലും അത് മഹസർ രേഖപ്പെടുത്തി കണക്കെടുത്ത് ആ രീതിയിൽ വേണം കാണിക്ക സ്വീകരിക്കേണ്ടത്. പക്ഷേ ഇത് നേരിട്ട് ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കാതെ അവിടുത്തെ ശാന്തിക്കാരെ, മാളികപ്പുറം ക്ഷേത്രത്തിലെ ശാന്തിക്കാരെ ഏൽപ്പിക്കുകയായിരുന്നു. അതിനുമപ്പുറത്തേക്ക് ഈ പിരിച്ച പണത്തിൽ നിന്ന് നിർധനായ യുവതികൾക്ക് വിവാഹം നടത്താനുള്ള ശുപാർശയും ഇയാൾ മുന്നോട്ട് വച്ചു. എന്നാൽ ബോർഡ് അത് തള്ളിക്കളയുകയായിരുന്നു എന്നാണ് ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ കണക്കുകളൊക്കെ വിശദമായി പരിശോധിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറെടുക്കുകയാണ്. ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ഇതിനകം തുടങ്ങിയിട്ടുമുണ്ട്. ഇയാൾക്കെതിരെ നിയമ നടപടികളുടെ സാധ്യതകളും ദേവസ്വം ബോർഡ് ഇപ്പോൾ ആരായുകയാണ്. അതിന് കാരണം ഇത്തരത്തിൽ തന്റെ പക്കലുണ്ടായിരുന്ന പീഠങ്ങൾ അത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചുവെന്നും കാണാതെ പോയി എന്ന് കോടതിയെ തന്നെ അറിയിക്കുക, അതിനുശേഷം ഇയാളുടെ വീട്ടിൽ സൂക്ഷിക്കുക, പിന്നീട് ബന്ധുവീട്ടിൽ സൂക്ഷിക്കുക, അവിടെ നിന്ന് വിജിലൻസ് ഇത് കണ്ടെത്തുക. ഇതിന് പിന്നെ വലിയ ഗൂഢാലോചനയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ആളുടെ മറ്റിടപാടുകളെക്കുറിച്ചും ശബരിമല കേന്ദ്രീകരിച്ച് നടത്തുന്ന മറ്റിടപാടുകളെക്കുറിച്ചും ദേവസ്വം ബോർഡ് അന്വേഷിക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്താനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും സർക്കാരും ആലോചിക്കുന്നത്. കാരണം ഇന്നലെ ഈ പീഠം കണ്ടെടുത്തോടുകൂടി ദേവസ്വം ബോർഡും സർക്കാരിനും ആശ്വസിക്കാനുള്ള വകയുണ്ടായിരുന്നു. ഈ പരാതി ഉന്നയിച്ച ആളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ സ്വാഭാവികമായും അയാൾ പ്രതികൂട്ടിലാകും. എന്നാൽ ഇതിന്റെ കോടതി ഇടപെടലോടുകൂടി കോടതി ചില സംശയങ്ങൾ കൂടി ദേവസ്വം ബോർഡിനും എതിരെ ഉയർത്തിയിട്ടുണ്ട്. അത് പ്രധാനമായും ഈ അവിടെയുള്ള സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ആഭരണങ്ങളുടെയും മറ്റും കൃത്യമായ കണക്ക് സന്നിധാനത്തില്ലേ എന്ന സംശയമാണ്, ദേവസ്വം ബോർഡ് പക്കലില്ലേ ഇല്ലേ എന്ന സംശയമാണ് കോടതി ഉന്നയിച്ചത്. അത് സർക്കാരിന് ഒരു ക്ഷീണമാണ്, ദേവസ്വം ബോർഡിനും ക്ഷീണമാണ്. ഇതിനകം BJP അടക്കമുള്ള കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടികൾ ദേവസ്വം ബോർഡ് അധ്യക്ഷന്റെ രാജിയടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദുരൂഹ ഇടപെടലുകളും കൂടി അന്വേഷിക്കാൻ ദേവസ്വം ബോർഡ് ഇപ്പോൾ നീക്കം ആരംഭിച്ചിട്ടുള്ളത്. സജിത. അരുൺ, ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. തെരഞ്ഞെടുപ്പ് എടുക്കുന്നതോടെ അത് പ്രധാനപ്പെട്ടതായി ഏറ്റെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇവിടെ ഇന്നലെ ഹൈക്കോടതി പരാമർശങ്ങളാണ് സർക്കാരിന് വെല്ലുവിളിയാവുന്നത്. കാരണം 1999 മുതൽ ദേവസ്വം ബോർഡിന്റെ കൈവശമുള്ള സ്വർണത്തിന്റെ കണക്കെടുക്കിൽ ചില കൃത്യതക്കുറവുണ്ട് എന്നതാണ്. മാത്രമല്ല, ഈ സംഭവത്തിൽ നേരിട്ടായാലും അല്ലെങ്കിലും ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തുന്ന നിലപാടാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. കാരണം ഇതെല്ലാം സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡ് ജാഗ്രത കാട്ടിയില്ല എന്നതാണ്. അപ്പോൾ എങ്ങനെ ന്യായീകരിക്കാമെങ്കിലും യഥാർത്ഥത്തിൽ പ്രതിസന്ധി ദേവസ്വം ബോർഡിന് മുന്നിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണം അല്ലെങ്കിൽ ഈ ഗൂഢാലോചനവാദം അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയായിരിക്കുമോ സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ നീക്കം?
തീർച്ചയായും ഇത് ഹൈക്കോടതിയുടെ ഇന്നലത്തെ പരാമർശങ്ങൾ ദേവസ്വം ബോർഡിനും സർക്കാരിനും വലിയ തിരിച്ചടി തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. 99 മുതലുള്ള ഈ ആഭരണങ്ങളുടെയും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും കണക്കിൽ സംശയമുണ്ട് എന്ന കാര്യമാണ് കോടതി പറയുന്നത്. പല ചാക്കുകെട്ടുകളിൽ പോലും അവിടെ സ്വർണ്ണ നാണയങ്ങളും മറ്റും ഭക്തർ സമർപ്പിക്കാറുണ്ട്. അതിനൊന്നും കൃത്യമായ കണക്കില്ല. കണക്ക് എന്ത് കിട്ടിയാലും അവിടെ മഹസൽ രേഖപ്പെടുത്തി സൂക്ഷിക്കണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ ചട്ടവും നിയമവും ഒക്കെ. പക്ഷേ പലപ്പോഴും അതിന് കഴിയാതെ പോകുന്നുണ്ട് എന്ന ഇത് ഒരു വസ്തുത കൂടിയാണ്. അതാണ് ഇന്നലെ കോടതി ചോദ്യം ചെയ്തത്. അങ്ങനെയെങ്കിൽ എന്തെല്ലാം ഉണ്ട് അവിടെ ഈ സ്ട്രോങ് റൂമുകളിൽ, ദേവസ്വം സന്നിധാനത്തെ സ്ട്രോങ് റൂമിലും പന്തളത്തെ സ്ട്രോങ് റൂമിലും എന്തൊക്കെ എത്ര വിലപിടിപ്പുള്ള ആഭരണങ്ങളും മറ്റ് നാണയങ്ങളും അടക്കമുള്ളവയുണ്ട്. അത് കൃത്യമായ കണക്കെടുക്കണം. അത് കണക്കെടുക്കാതെ പോകുന്നത് വലിയ തിരിച്ചടിയാണ്. നേരത്തെയൊക്കെ നമുക്കറിയാം ദേവസ്വം ക്ഷേത്രങ്ങളിലൊക്കെ വലിയ മോഷണമൊക്കെ പലപ്പോഴും ജീവനക്കാരുടെ ഭാഗത്തിനുണ്ട്. ശബരിമലയിലും പല ആളുകളെയും ഈ സ്വർണം കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിച്ച് പിടികൂടി ചരിത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കണക്കെടുപ്പില്ലെങ്കിൽ അത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ഇടയാക്കും. അത് കൃത്യമായി കണക്ക് സൂക്ഷിക്കുന്നില്ല എന്ന വിമർശനം ചെറുതല്ലാത്ത തിരിച്ചടി തന്നെയാണ് സർക്കാരും ദേവസ്വം ബോർഡിനും ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ തീർച്ചയായും ദേവസ്വം ബോർഡിന്റെ അന്വേഷണവും ഉണ്ടാകും. കോടതി പറഞ്ഞതും കോടതിയുടെ വിരമിച്ച ജില്ലാ ജഡ്ജി അന്വേഷിക്കുന്നതിനൊപ്പം തന്നെ ദേവസ്വം വിജിലൻസ് ഇക്കാര്യങ്ങൾക്ക് അന്വേഷിക്കണം, പരിശോധിക്കണം. എന്തിനും അതെല്ലാം രഹസ്യമായി സൂക്ഷിക്കണം എന്നുള്ളതാണ്. കോടതി അറിയിച്ച് രഹസ്യമായി സൂക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം അന്വേഷണങ്ങൾ ദേവസ്വം ബോർഡ് നടത്തുന്നുണ്ട്. ഏതായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിഷയം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ ദേവസ്വം ബോർഡ് കാണും. അത് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട കാര്യം കൂടി അതിൽ ദേവസ്വം ബോർഡ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അയ്യപ്പ സംഗമം നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇത്തരമൊരു ആരോപണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാൾ ഉന്നയിക്കുന്നത്. അതിൽ പിന്നിൽ ചില ഗൂഢാലോചന ഉണ്ടോ എന്ന സംശയമാണ് ദേവസ്വം ബോർഡിനുള്ളത്. ഇപ്പോൾ ഇയാളുടെ ഇടപാടുകളും ശബരിമല കേന്ദ്രീകരിച്ച് ഇയാളുടെ പ്രവർത്തനവുമൊക്കെ വിലയിരുത്തുമ്പോൾ ഇയാൾ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾക്ക് കൂട്ടുന്ന ആളാണോ എന്ന സംശയം കൂടി ദേവസ്വം ബോർഡിന് ഉയരുകയാണ്. അരുൺ, ഒരു കാര്യം കൂടി, ഇത് ഒരു സർക്കാരിന്റെ തുടർച്ചയാണല്ലോ ഇപ്പോൾ. അപ്പോൾ ദേവസ്വം ബോർഡിനും ആ തുടർച്ച ഉണ്ടായിട്ടുണ്ട് പല കാലങ്ങളിലായി. അപ്പോൾ മുൻ ദേവസ്വം ബോർഡിന്റെ കാലത്താണ് ഈ ഒരു നീക്കം പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത്. അന്ന് പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഉണ്ടായിരുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ പോലീസിന്റെ സർക്കാരിന്റെ സംശയം അന്ന് ചില ഇടപെടലുകൾ നടന്നോ എന്ന സംശയത്തിലേക്ക് കൂടി പോകുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഈ മുൻ പ്രസിഡന്റ് പത്മകുമാറൊക്കെ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ വിശ്വാസത്തെ വിറ്റു അത് പണമാക്കുകയാണ് അവിടെ സംഭവിച്ചത്. വിശ്വാസികളായി വരുന്നവരെല്ലാം അവിടെ തട്ടിപ്പ് നടത്താൻ നീക്കം നടത്തി. അപ്പോൾ ഇതിന് ദേവസ്വം ബോർഡിന്റെ ആ ഭരണസമിതിയിലുള്ളവർ കൂടി പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? അത് സർക്കാരോ പാർട്ടിയോ CPM ഒക്കെ സംശയിക്കുന്നുണ്ടോ? സെപ്റ്റംബറിലാണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ഈ സ്വർണ്ണപ്പാളികളും ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളികളൊക്കെ സ്വർണം വീണ്ടും പൂശാനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. വളരെ കൃത്യമായി അന്ന് കൊണ്ടുപോകുന്ന അതിന്റെ ഭാരവും അതുപോലെ തന്നെ അതിന്റെ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്, വീഡിയോ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡ്. പക്ഷേ ഇതിനും 2019 കൊണ്ടുപോകുമ്പോൾ അതുണ്ടായില്ല. നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയ വിവരം അനുസരിച്ച് അന്ന് ഈ 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഈ സ്പോൺസർക്ക് അയാളുടെ കയ്യിൽ കൊടുത്തുവിടുകയായിരുന്നു ദേവസ്വം ബോർഡ് ചെയ്തത്. സുരക്ഷയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ മറ്റ് നിരീക്ഷണമെന്നോ ഒന്നും അന്ന് ഉണ്ടായിട്ടില്ല എന്ന ഗുരുതരമായ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതിലൊക്കെ സ്വാഭാവിക അന്വേഷണം ഉണ്ടാകും. പക്ഷെ ഇത്തവണ വളരെ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്ത് തന്നെയാണ് കാര്യങ്ങൾ കൊടുത്തയച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് ഇത്രയും സ്വാധീനം ഉണ്ടായത്? അയാൾ ഒരു ഭക്തൻ എന്ന തരത്തിലാണ് ആദ്യം ശബരിമലയിലേക്ക് അവിടെ എത്തുന്നത്, പിന്നീട് സ്പോൺസറായി മാറുന്നു. ഈ സ്പോൺസറുടെ സ്വാഭാവികമായും അയാൾക്ക് ഈ സ്പോൺസർഷിപ്പ് നടത്താനുള്ള സാമ്പത്തിക സ്രോതസ്സൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കോടതിയിൽ പോലും ഇപ്പോൾ വിവരം വരാൻ കാരണം പോലും ഇത്തരത്തിൽ ഇയാളുടെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഹൈക്കോടതി ചോദിച്ചു. അങ്ങനെയാണ് ഇയാൾ ഈ വിഷയം ശ്രദ്ധതിരിക്കാൻ വേണ്ടി ഇക്കാര്യം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ദേവസ്വം ബോർഡ് സംശയിക്കുന്നത് ഇയാളുടെ ഇടപാടുകളെല്ലാം ദുരൂഹമാണ്, കൃത്യമായ രേഖകളുള്ള ഒന്നുമല്ല ഇയാളുടെ ഇടപെടലുകളും ഇയാളുടെ ബിസിനസ്സുകളും എന്നൊക്കെ ദേവസ്വം ബോർഡിനും അതുപോലെ സർക്കാരിനും ഒക്കെ സംശയമുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിലേക്ക് പോകുന്നത്. സൂചിപ്പിച്ച പോലെ ഇയാൾക്ക് നേരത്തെയും ഈ ആവശ്യത്തിൽ കടന്നുള്ള അല്ലെങ്കിൽ അർഹതപ്പെട്ട അധികം പരിഗണന ശബരിമല കിട്ടിയെന്ന സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ട്. മുൻ ഭരണസമിതിയുടെ കാലത്തെ കാര്യങ്ങൾ ഒരുപക്ഷെ അന്വേഷണ വിധേയമായി പോയേക്കാം. 2019 ഒരു തരത്തിലുള്ള രേഖകളും ഇല്ലാതെ അവിടെ നിന്ന് ഇയാൾ സ്വർണം കൊണ്ടുപോകാൻ ഇയാൾക്ക് ദേവസ്വം ബോർഡ് അനുമതി നൽകിയെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയ വിവരം. അന്വേഷണത്തിൽ മാത്രമേ അതിന്റെ വ്യക്തത കൂടുതൽ വരികയുള്ളൂ. പക്ഷേ അത്തരം സംഭവങ്ങളുണ്ട്. അങ്ങനെ അനർഹമായ സഹായം, അവിഹിതമായ സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. കീഴ്ശാന്തിയുടെ സഹായിയായി കുറച്ചാണ് അയാൾ ശബരിമലയിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഭക്തനായും സ്പോൺസറായും മാറുന്നു. എങ്ങനെയാണ് ഇത്തരം ആളുകൾ ശബരിമലയിൽ ഇത്തരം അവതാരങ്ങൾ നേരത്തെയും പല ആളുകൾ ഉണ്ടായിട്ടുള്ളതാണ്. നമുക്കറിയാം പല പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ജി സുധാകരൻ മന്ത്രിയായിരിക്കെ പേരെടുത്ത ചില ആളുകളെ അവിടെ നിന്ന് ഇറക്കി വിടുമെന്നൊക്കെ പറഞ്ഞെങ്കിൽ അദ്ദേഹം
അദ്ദേഹത്തിന് പോലും കഴിയാതെ പോയ ചരിത്രവും ശബരിമലയിലുണ്ട്. ദൈവത്തിന്റെ ആളുകളെന്ന് പറഞ്ഞുകൊണ്ട്, അയ്യപ്പന്റെ ആളുകളെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയ കച്ചവടക്കാർ അവിടെയുണ്ട്. വിശ്വാസം വിട്ടു ജീവിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത്തരം ഒരാളാണ് ഉണ്ണികൃഷ്ണൻ ചോദ്യമാണ് ഇപ്പോൾ സ്വാഭാവികമായും ഉയരുന്നത്. മറുപടി പറയേണ്ട ദേവസ്വം ബോർഡും സർക്കാരും തന്നെയാണ്. ഇപ്പോൾ ഹൈക്കോടതി അന്വേഷണത്തിനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ അന്വേഷണത്തിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ പുറത്തുവരും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡും നിയമ നടപടിക്ക് തന്നെയാണ് ഒരുങ്ങുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ശബരിമലയിലെ ഈ വിവാദം അവസാനിക്കുന്നില്ല. KT ശങ്കരൻ റിട്ടയർഡ് ജഡ്ജാണ് സ്പെഷ്യൽ ജുഡീഷ്യൽ കമ്മീഷനായി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹമായിരിക്കും അന്വേഷണം നടത്തുക. അദ്ദേഹത്തിന്റെ പരിധിയിൽ ഇതൊക്കെ വരും. രഹസ്യമായിട്ട് അന്വേഷണം നടത്തണമെന്ന നിർദ്ദേശം കൂടി ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും ശബരിമലയിലെ ഈ നീക്കങ്ങൾ എന്തായിരുന്നു, ഇവിടെ സ്വർണ്ണത്തിൽ അവ്യക്തത ഉണ്ടെങ്കിൽ അത്, ഒപ്പം തന്നെ അവിടെ ഈ ഭക്തിയുടെ മറവിൽ കച്ചവടത്തിന് വേണ്ടി ഇപ്പോഴും ശ്രമിക്കുന്ന ആരാണ്, ദേവസ്വം ബോർഡിന്റെ ആർക്കെങ്കിലും ഇതിൽ ബന്ധമുണ്ടോ, ഭരണസമിതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ അന്വേഷിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങളിലും ശബരിമല തന്നെ വാർത്തകളിൽ നിറയും.